ചിന്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, സാഹിത്യ വിമർശകൻ, ചരിത്രകാരൻ എന്ന നിലയിൽ കേരളത്തോട് സംവദിച്ചുകൊണ്ടിരുന്ന കെ കൊച്ച് ഈയിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ അനുസ്മരണാർത്ഥം ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ബുദ്ധപഠന കേന്ദ്രം നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തോട്, ജ്ഞാനമണ്ഡലത്തോട് കെ കൊച്ച് എന്ത് സംഭാവനയാണ് നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ മണ്ഡലങ്ങളെ ജനാധിപത്യവൽക്കരിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് ഉത്തരം. തുല്യനീതി, തുല്യ സമത്വം തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ ഊന്നിക്കൊണ്ടുള്ള ഒരു സമീപന രീതിയാണ് ചരിത്രത്തോടും സംസ്കാരത്തോടും അദ്ദേഹം പുലർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയ മാത്രം സംഭവിച്ചുകൊണ്ടിരുന്ന കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെ അത് ഒന്ന് ഉലയ്ക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കേരളത്തിൻ്റെ ഈ ജ്ഞാനമണ്ഡലങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കുകയും അത് നവീകരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ഓർക്കാം. അദ്ദേഹത്തിൻ്റെ ഈ ചിന്താലോകം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലും കേരളത്തിൻ്റെ ദളിത് വൈജ്ഞാനിക ചരിത്രത്തിലും ആണ് വ്യാപിച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായി ഒരു ബ്രാഹ്മണിക് അജണ്ട ആയിരുന്നില്ല. അത് ഇവിടുത്തെ കീഴാളരും ദളിതരും എന്ന് പറയപ്പെടുന്ന ജനവിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആലോചനയാണ്. അത് പൗരാവകാശങ്ങൾ ഊന്നിയുള്ളതാണ്. വഴി നടക്കാനും വിദ്യാഭ്യസിക്കാനും വസ്ത്രമുടുക്കാനും ഒക്കെയുള്ള ഒരു പൗരാവകാശ ബോധം. അത് രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾ എല്ലാ അംഗങ്ങളിലേക്കും തുല്യമായി വിഭജിക്കേണ്ടതാണ് എന്നുള്ള ഒരു അവകാശബോധം ആണ് ഇവർ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു ഫ്യൂഡൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു സാമൂഹ്യ അവസ്ഥയിൽ ഈ ചോദ്യങ്ങൾ പുതിയതായിരുന്നു. ഇത്തരം ചോദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ വിദ്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വഴിക്ക് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, മറ്റവകാശങ്ങൾക്ക് വേണ്ടിയെല്ലാം തന്നെ ശബ്ദമുയർത്തിയത്. നമുക്കതിനെ വില്ലുവണ്ടി സമരമെന്നോ പണിമുടക്ക് സമരമെന്നോ ശീലാകലാപമെന്നോ നെൽമുണ്ട് സമരമെന്നോ ഒക്കെയായിട്ട് അതിനെ നമുക്ക് വായിക്കാവുന്നതാണ്. കേരളത്തിൻ്റെ ഈ നവോത്ഥാന ചരിത്രം തന്നെയാണ് കേരളത്തിൻ്റെ ഇന്നത്തെ വർത്തമാന മുഖത്തിനും കാരണമായത് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. ഈ വർത്തമാന മുഖത്തെ സ്വാതന്ത്ര്യത്തോടുകൂടി അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വന്നതോടുകൂടി വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ഘടനയായിട്ടാണ് ആളുകൾ വായിച്ചു തുടങ്ങിയത്. കാരണം ഭരണഘടന എന്ന തുല്യനീതിക്ക് വേണ്ടിയുള്ള, എല്ലാവർക്കും സമത്വത്തിന് വേണ്ടിയുള്ള, പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വലിയൊരു റെക്കോർഡ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അത് ഒരു ആവശ്യത്തിന് മുകളിൽ ആവശ്യപ്പെടേണ്ട കാര്യമല്ല എന്നുള്ള ഒരു പൊതുബോധം കൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നി എന്നുള്ളതാണ് ചരിത്രം. എന്നാൽ അംബേദ്കറുടെ മരണശേഷം ഉണ്ടായ ഒരു വൈജ്ഞാനിക മുന്നേറ്റം, അത് പ്രത്യേകിച്ചും ദളിതരിലും കീഴാളരിലും ഉണ്ടായിട്ടുള്ള ഒരു വൈജ്ഞാനിക മുന്നേറ്റമാണ് രണ്ടാമത് കേരളത്തെ ജനാധിപത്യവൽക്കരിക്കാൻ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ വന്ന ഒരു കാര്യം. അതിൽ പ്രധാനമായിട്ടും അംബേദ്കറുടെ ആശയങ്ങളെ മുൻനിർത്തി ആണ് ഇവ ഉണ്ടായതെന്നും അത് അംബേദ്കറൈറ്റുകൾ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് വന്ന ഒരു നിരയാണ് അവരെന്നും നമുക്ക് മനസ്സിലാക്കാം. THP ചന്താരശ്ശേരി എന്ന ചരിത്രകാരൻ, അതുപോലെ പോൾ ചിറക്കരോട് എന്ന സാഹിത്യകാരനും ഒക്കെ ആയിട്ടുള്ള പോൾ ചിറക്കരോട്, കല്ലറ സുകുമാരൻ, ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ ഈ നിരയിലേക്ക് വന്നവരാണ്. അംബേദ്കർക്ക്
അംബേദ്കർ ഒരു ജീവചരിത്രം 1954 അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ധനഞ്ജയ്ക്കർ എഴുതുന്നുണ്ട്. അതിന് ഒരു പരിഭാഷ മലയാളത്തിൽ ഉണ്ടാകുന്നത് 1988 കെ രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അത് വിവർത്തനം ചെയ്തത്. തൊട്ടടുത്ത വർഷം 1991 കെ കൊച്ച് ഒരു അംബേദ്കർ ജീവിതം ദൗത്യം എന്ന് പറഞ്ഞു ഒരു എഡിറ്റ് ചെയ്ത പുസ്തകം ഇറക്കുന്നുണ്ട്. ഇത് അങ്ങനെ ഉടനടി ഉണ്ടാകുന്ന കാര്യമല്ല. അംബേദ്കറുടെ ആശയങ്ങളിൽ നിന്ന് ഊർജം വഹിച്ചുകൊണ്ട് ഒരു വൻനിര ജ്ഞാനപരമായി അംബേദ്കർ അടയാളപ്പെടുത്തുന്നതിൻ്റെ ഒരു ദൗത്യം ഏറ്റെടുത്തതിൻ്റെയാണ് ഈ പുസ്തകങ്ങൾ. ഇതോടൊപ്പം പോൾച്ചറക്കറോട് എഴുതിയിട്ടുള്ള അംബേദ്കറുടെ ജീവചരിത്രം. ഇങ്ങനെ നിരവധി ആളുകൾ, ഈ ഭാഗത്തിൽപ്പെട്ട ആളുകൾ അംബേദ്കറെ പഠിക്കുകയും ചർച്ച ചെയ്യുകയും അത് പരിഭാഷപ്പെടുത്തുക, അതിൻ്റെ കൃതികൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുകയും ചെയ്തുകൊണ്ടുള്ള ധാരാളം വർക്കുകൾ ദളിതരുടെ ഇടയിൽ സജീവമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ദളിതരുടെ ഇടയിൽ എന്ന് പറയാൻ കാരണം ഇത് പലപ്പോഴും ദളിതരാണത് ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ഇതിന് ഒരു ജാതിവാദത്തിൻ്റെ മുഖമാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്, പുറത്തേക്കുണ്ടായിരുന്നത്. അതേസമയത്ത് ഇന്ന് നമുക്ക് അംബേദ്കറെ എങ്ങനെയാണ് പൊതുഘടന പഠിക്കുന്നതെന്ന് നമുക്കറിയാം. ഒരു പഠനം, ഒരു ലേഖനം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ അംബേദ്കർ ഒരു സൈറ്റേഷൻ ഉണ്ടാകാതെ തരമില്ല എന്ന രീതിയിലാണ് നമ്മുടെ വൈജ്ഞാനികതയ്ക്കൊന്ന മാറ്റം കാണിക്കുന്നത്, അടയാളപ്പെടുന്നത്. അംബേദ്കറെ സൈറ്റ് ചെയ്തില്ലെങ്കിൽ താൻ ജ്ഞാനപരമായി പുറന്തള്ളപ്പെട്ടു പോകും എന്ന് ഓരോ എഴുത്തുകാരും വിചാരിക്കുന്ന തരത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയും അതിൻ്റെ വൈജ്ഞാനിക ഘടനയും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് നമ്മൾ 70കളിലും 80കളിലും ദളിതരുടെ ഇടയിൽ സജീവമായിരുന്ന അംബേദ്കർ രചനകളെപ്പറ്റി നമുക്ക് ഇത് അറിയാൻ നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരം ആളുകൾ ധാരാളം സ്വന്തം പ്രസിദ്ധീകരണം നടത്തുന്നുണ്ട്. അതും നവോത്ഥാന കാലത്ത് ഇത് തന്നെയായിരുന്നു. തങ്ങളുടെ ആശയങ്ങൾ വിപുലപ്പെടുത്തുവാനായിട്ട് അവരുപയോഗിച്ചൊരു മാർഗം അച്ചടി തന്നെയാണ്. സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, KP വള്ളോൻ തുടങ്ങിയ ആൾക്കാരെല്ലാവരും തന്നെ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചവരിൽ പ്രധാനികളാണ്. എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു തുടർച്ച പിന്നെ നമ്മൾ ഈ ദളിത് വൈജ്ഞാനികതയുടെ കാലത്ത് ഈ കാണുന്നതും ഇത് തന്നെയാണ്. അവർ ചെറു പ്രസിദ്ധീകരണങ്ങളിലൂടെ തങ്ങളുടെ ആശയങ്ങൾ, പ്രത്യേകിച്ച് അംബേദ്കർ ചിന്തകൾ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് വ്യാപിച്ചോ എന്ന് നമ്മളിന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ ഈ അംബേദ്കർ പഠനങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളിലൂടെ തന്നെയാണ് നമുക്കത് കണ്ടെത്താൻ പറ്റുള്ളൂ. KK കൊച്ച് നിരന്തരം ഈ അംബേദ്കർ ആശയങ്ങൾ നമ്മുടെ വായനാ ലോകത്തേക്ക് മുന്നോട്ട് വെച്ച ഒരാളാണ്. അതിൽ നീതി, ജാതി പ്രതിരോധങ്ങൾ, തുല്യാവകാശങ്ങൾ ഇവയിൽ ഊന്നിക്കൊണ്ടുള്ള ചിന്തകളാണ് അദ്ദേഹം വയ്ക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കേരളം മറന്ന സാമൂഹ്യ പരിഷ്കരണം എന്ന അവതാരികയാണ്. 1892 പ്രസിദ്ധീകരിച്ച സരസ്വതി വിജയം എന്ന പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ നോവൽ അക്കാലത്ത് തന്നെ നിരാകരിക്കപ്പെട്ട ഒരു കൃതിയാണ്. കാരണം അതിൽ ക്രൈസ്തവ മതപരിഷ്കരണവാദമാണ് അതിൽ ഉള്ളത് എന്ന് അന്നത്തെ പുസ്തകാഭിപ്രായത്തിൽ CP അച്യുതമേനോൻ പറയുന്നുണ്ട്. അദ്ദേഹം ആ ഒരു അഭിപ്രായം പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ വായനയെ തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. 1937 ഇന്നൊരു രണ്ടാമത്തെ പതിപ്പ് ഇറങ്ങിയെങ്കിലും പക്ഷെ അതിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട്. പിന്നീട് 2001 KK കൊച്ചിൻ്റെ അവതാരികയോടുകൂടി ഈ നോവൽ പുറത്തു വരുന്നത്. കൃത്യമായി ജാതി പ്രതിരോധത്തിൻ്റെയും ജാതി ഉന്മൂലനത്തിൻ്റെയും വാദങ്ങൾ ഉന്നയിക്കുന്ന ഹൈന്ദവ നീതികളെ തിരസ്കരിച്ചുകൊണ്ട് ആധുനിക നീതിയെ സ്ഥാപിക്കുന്ന ഒരു കൃതിയാണ് സരസ്വതി വിജയം. സരസ്വതി വിജയത്തിൻ്റെ അവതാരികയിൽ KK കൊച്ച് പറയുന്നൊരു പ്രധാന കാര്യം വിദ്യയിലൂടെ നമ്പൂതിരിക്കും പുലയനും രക്തബന്ധം ഉണ്ടാകാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇത് വലിയൊരു
മാറ്റമാണ്. ഇത് ജ്ഞാനത്തിലൂടെയുള്ള ഒരു ഒരു ഒന്നിപ്പാണ് ഈ ഒരു വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാവുന്നതെന്ന് ഇദ്ദേഹം കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം എന്നത് വലിയൊരു അജണ്ടയായിരുന്നു കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിന്. ഈ സരസ്വതി വിജയം എഴുതുമ്പോൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അംബേദ്കർ ജനിച്ചിട്ടേ ഉള്ളൂ, 1 വയസ്സേ അദ്ദേഹത്തിന് പ്രായമായിട്ടുള്ളൂ. അത്രയും കാലങ്ങൾക്ക് മുമ്പ് തന്നെ കേരളം നടന്ന ഒരു സവിശേഷമായ വഴിയാണ് ഈ നേരത്തെ പറഞ്ഞ സരസ്വതി വിജയം. അവിടെ ചെറുമൻ ന്യായാധിപനാകുന്നു. ഇങ്ങനെ ഒരു ഫ്യൂഡൽ ഘടനയെ തലതിരിച്ചിടുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു പ്രയോഗം ഇത് ഭാവനയിലെങ്കിലും അന്നേ കാണാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് കേരള നവോത്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ നവോത്ഥാനത്തെയാണ് ഇങ്ങേ തലക്കിൽ നിന്നുകൊണ്ട് അംബേദ്കറേറ്റ് ആശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഇത് കേരളം മറന്ന സാമൂഹ്യ പരിഷ്കരണമാണെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ സാഹിത്യകൃതികളെ കേവലം സൗന്ദര്യാത്മകമായല്ല വായിക്കേണ്ടത്, അതിന് സാമൂഹ്യമായ അവബോധത്തിൻ്റെയും സാമൂഹ്യ നീതിയുടെയും എല്ലാം ആശയങ്ങൾ ഉണ്ടാവണമെന്നുകൂടി ഉള്ള ഒരാശയം മുന്നോട്ട് വെച്ചുകൊണ്ട് സാഹിത്യകൃതികളുടെ വായനയെ വിപുലപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ശുദ്ധ സൗന്ദര്യബോധം മാത്രമല്ല ഒരു കൃതിയെ വായിച്ചെടുക്കേണ്ടത്, മറിച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന സാമൂഹ്യ ഘടനകൾ കൂടിയാണ് അതിനെ ഒരു കൃതിയായിട്ട് മാറ്റുന്നത് എന്നുള്ള ഒരു വീക്ഷണം അദ്ദേഹത്തിൻ്റെ ഈ പഠനത്തിൽ കാണാം. വായനയുടെ ദളിത് പാഠം എന്ന് പറയുന്ന പഠനങ്ങളിലും ഇത് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ശുദ്ധ സാഹിത്യമല്ല ഉള്ളത്, അതല്ല വേണ്ടത്. അതിനെ ജനാധിപത്യവൽക്കരിക്കണമെങ്കിൽ അതിൽ മനുഷ്യയജ്ഞത്തിൻ്റെയും മനുഷ്യപ്രയത്നത്തിൻ്റെയും എല്ലാം ചരിത്രങ്ങൾ കൂടിച്ചേരുമ്പോൾ മാത്രമാണ് ഒരു സമൂഹത്തിൻ്റെ ചരിത്രവും സാഹിത്യവും ഉണ്ടാവുന്നത് എന്നാണ് ദളിത് പാഠത്തിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. മേൽപ്പറഞ്ഞ അംബേദ്കറേറ്റുകൾ എത്തിച്ചേർന്ന മറ്റൊരു ആശയം കൂടിയുണ്ട് അംബേദ്കറിൻ്റെ ആയിട്ട്. അത് ബുദ്ധമതമാണ്. ഹിന്ദുമതത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അംബേദ്കർ എടുത്ത ഒരു ആശയം ബുദ്ധമതത്തിൻ്റേതാണ്. അദ്ദേഹം ബുദ്ധനെ തൻ്റെ ഗുരുവായിട്ട് കണക്കാക്കുന്നു. അദ്ദേഹം ഹിന്ദുമതത്തിൻ്റെ അസമത്വത്തെ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് കാണുന്നത് ബുദ്ധമതത്തെയാണ്. ഇത് കവിയൂർ മുരളി, കൊച്ചി തുടങ്ങിയ ആൾക്കാരെല്ലാവരും ഈ ബുദ്ധമതത്തിൻ്റെ അജണ്ടകൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അത് ആശയങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ കൊച്ചി ബുദ്ധനിലേക്കുള്ള ദൂരം എന്ന് പറയുന്ന കൃതിയിൽ അദ്ദേഹം കാഞ്ചായിലയുടെ കോഡാസ് ഫിലോസഫർ എന്ന് പറയുന്ന ആ പുസ്തകത്തിനിറങ്ങിയ ഒരു പഠനമായിട്ടാണ് ബുദ്ധനിലേക്കുള്ള ദൂരം എന്ന ലേഖനം പ്രസിദ്ധീകരിക്കുന്നതെങ്കിലും അതിൽ കണ്ടെത്തുന്ന ഒരു കാര്യം, ബുദ്ധമതം അതിൻ്റെ ഒരു സവിശേഷമായ സ്വഭാവം അത് നിലനിന്ന കാലത്ത് തന്നെ ബ്രാഹ്മണർ അല്ലാത്ത, ക്ഷത്രിയരല്ലാത്ത ആളുകളുടെ ഭരണത്തെ കൂടി അത് ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ശൂദ്ര ഭരണം എന്നുള്ള അതിലത് ഉപയോഗിക്കുന്നൊരു വാക്ക്. ശൂദ്രഭരണത്തെ കൂടി ഉൾക്കൊണ്ടതുകൊണ്ട് കൂടിയാണ് ബുദ്ധമതം ഒരു വൈവിധ്യമാർന്ന ഒരു ഉൾപ്പെടലിൻ്റെ ഒരു രാഷ്ട്രീയം സ്വീകരിച്ചത് കൊണ്ടുകൂടിയാണ് ബുദ്ധമതം സവിശേഷമായി ജനാധിപത്യ വിശ്വാസികളായ ആളുകൾക്ക് അത് താല്പര്യമുള്ളതാവുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ബുദ്ധമതത്തെ പറ്റിയുള്ള നിരീക്ഷണം അതാണ്. അപ്പം ക്ഷത്രിയ കേന്ദ്രിതമായ, ബ്രാഹ്മണ കേന്ദ്രിതമായ ഭരണങ്ങൾ മാത്രമല്ല, വൈവിധ്യമാർന്ന മറ്റു ഭരണ രീതികളെ കൂടി സ്വാംശീകരിച്ചാൽ മാത്രമേ ഇന്ത്യയുടെയും മറ്റ് മതങ്ങളുടെയും ഭരണങ്ങളുടെയും എല്ലാം ഒരു ജനാധിപത്യവൽക്കരണം നടക്കൂ എന്നുള്ള ഒരു ആശയത്തെ അതിലേക്ക് എത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനം ഇറങ്ങിയ കൃതിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. ദലിതൻ എന്ന് പറയുന്ന ആത്മകഥയിലും ഈ ഒരു പരിപ്രേക്ഷ്യം അദ്ദേഹം വയ്ക്കുന്നുണ്ട്. വൈവിധ്യതകളെ ഉൾക്കൊള്ളാനുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ദളിതൻ എന്ന് പറയുന്ന ആത്മകഥയിലും ഉണ്ട്. അതിൽ ദളിതർ മുന്നോട്ട് വച്ച സമരരീതികൾ അദ്ദേഹം അതിന് കൊടുക്കുന്ന ശീർഷകം ഇങ്ങനെയാണ്:
ചരിത്രത്തിലില്ലാത്ത സമരങ്ങൾ. ഇത് മറ്റൊരു കാഴ്ചയാണ്. എങ്ങനെയാണ് ദളിതർ തങ്ങളുടെ ജീവിത പരിസരങ്ങളോട് ഐക്യപ്പെട്ടും പ്രതിരോധിച്ചു നിന്നതെന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ കൃതികളിലുടനീളം അത് പരാമർശിക്കപ്പെടുന്നുണ്ട്, ആത്മകഥയിലുടനീളം പരാമർശിക്കപ്പെടും. പക്ഷേ സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങളിൽ ദളിതരുടെയോ അല്ലെങ്കിൽ പാർശ്വവർഗരുടെയോ സമരങ്ങൾ എത്തുന്നില്ല എന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയൊരു കാഴ്ചയാണ് അദ്ദേഹം ചരിത്രത്തിലില്ലാത്ത സമരങ്ങൾ എന്ന് പറയുന്ന പ്രാദേശികമായി ദളിതർ നടത്തിയ സമരങ്ങളെപ്പറ്റി അദ്ദേഹം പ്രതിപാദിക്കുന്നത്. ഇങ്ങനെ ചരിത്രം രചനയിലും സാമൂഹ്യ രചനയിലും ഏകപക്ഷീയമായൊരു കാഴ്ചയല്ല, അത് എല്ലാ ആളുകളെയും കൂടി ഉൾക്കൊള്ളുന്ന, എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന, അത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു സമുദായ സങ്കല്പത്തെപ്പറ്റി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ പൊതുബോധത്തെയും ജ്ഞാനമണ്ഡലത്തെയും കെ കൊച്ച് ആവർത്തിച്ച് പരിഷ്കരിക്കുകയും തിരുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാലിക പ്രസക്തി. അതുതന്നെയാണ് അദ്ദേഹം ഈ പൊതുമണ്ഡലത്തിലേക്ക് അദ്ദേഹത്തെ പൊതുമണ്ഡലം, അക്കാദമിക മണ്ഡലം അദ്ദേഹത്തെ ഓർക്കുന്നതിൻ്റെ പ്രസക്തിയും അതുതന്നെയാണ്.